ഞങ്ങളുടെ വീട് പണിതിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ചെടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വരാനത്താണെങ്കിലും വീടിൽ നിന്ന് രാവിലെ പ്രഭാതത്തിൽ പുറത്തേക്ക് ഇറങ്ങാനത്താണെങ്കിലും വെറുതെ ഒഴിഞ്ഞ ഒരു മുറ്റമാണ് എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിലായിട്ട് നിൽക്കണം. അത് കാണാൻ നേരത്തേക്കും നമുക്കൊരു സന്തോഷമില്ലാത്തൊരു കാര്യമാണ്. കാരണം വീടിൻ്റെ മുറ്റം ഒഴിഞ്ഞു കിടക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെടികൾ നട്ടാലെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അടുത്തുള്ള നഴ്സറികളിലൊക്കെ പോയി ചെടിയുടെ വിലയൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തതിലും വില ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാൻ വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 100 പ്ലാന്റോളം നടണമെന്നുള്ള 100 പോട്ടെങ്കിലും നടണമെന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കൃഷി ബിസിനസ് കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അത് എറണാകുളം സൈഡിൽ കാക്കനാടാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ പോട്ടി മിക്സ് 10 കിലോത്തിന് ഏകദേശം 100 രൂപയ്ക്ക് അടുത്തേ ആയുള്ളൂ. ഏറ്റവും വില കുറച്ച് കിട്ടണ അവിടെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എറണാകുളം സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൃഷി ബിസിനസ് കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിക്സ് കിട്ടും. പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാനുള്ള വളവും മണ്ണും കൂടിയുള്ളൊരു മിക്സാണത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് ബാഗുകൾ വാങ്ങിച്ച അവിടെ നിന്ന്. അതിനുശേഷം ഞങ്ങളുടെ അടുത്ത് തന്നെ ഈ ചെടിച്ചട്ടിയൊക്കെ ഭയങ്കര വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഏകദേശം 35 രൂപയൊക്കെ വെച്ചേ ആയുള്ളൂ വലിയ ചട്ടികൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ചട്ടികൾ വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ ചെടി നടാൻ ആരംഭിച്ചു. അപ്പോൾ നമ്മൾ ചെടി നടാൻ തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഞങ്ങൾ പഠിച്ചായിരുന്നു. എങ്ങനെ നടണം, ഇതിന് എങ്ങനെ ഗ്രോത്ത് കിട്ടും എന്നുള്ള കേസൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എപ്പോഴും ഈ ചെടി നടാൻ നേരത്തേക്കും ഇതിൽ വായു സ്വാതന്ത്ര്യം വേണം. കാരണം റൂട്ട്സിന് വേരുകൾക്ക് വളരാൻ വേണ്ടിയുള്ള വായു സ്വാതന്ത്ര്യം വേണം. എങ്കിൽ മാത്രമാണ് ചെടികൾ എപ്പോഴും വളരുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകും. ഒന്നാമത്തെ കേസ് നമ്മുടെ വെയിലും കാര്യങ്ങളും, പിന്നെ റൂട്ട് മര്യാദക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല, ആ ചെടി വളർന്ന് വരില്ല. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം ഉണക്ക കരിയില കുറച്ച് നമ്മുടെ പോട്ടിൻ്റെ താഴത്തേക്ക് ഇട്ടു. അതിനുശേഷം ഉണക്ക ചിരട്ട, നമ്മൾ വീടുകളിൽ തന്നെ ചിരട്ട ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടു. അതിനുശേഷം ഈ പറഞ്ഞ പോട്ടി മിക്സ് മുകളിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ച 30 രൂപയ്ക്ക് വാങ്ങിച്ചൊരു പ്ലാന്റാണിത്. ആ പ്ലാന്റ് ഇതിലേക്ക് ഇട്ടു, നട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ചധികം വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. അത് നല്ല രീതിയിൽ ഇപ്പോൾ വളർന്നു തന്നെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 50ഓളം പോട്ട്സ് ഇപ്പോൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഒറ്റയടിക്കല്ല, പല സമയങ്ങളിലായിട്ട് ഞങ്ങൾ ഇത് ചെയ്തു. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ രാവിലെ കാണാൻ നേരത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഗേറ്റ് തുറന്ന് നമ്മൾ മുറ്റത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഗാർഡനിങ് ഈസ് ഗുഡ്.